ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ശ്യാമള വിഗ്രഹ ഗോവിന്ദ വാമനമൂർത്തേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ. മാർക്കണ്ഡേയ മഹർഷി അങ്ങനെ പല പല കഥകളും യുധിഷ്ഠിരനെയും തീർത്ഥയാത്ര സംഘത്തെയും പറഞ്ഞു കേൾപ്പിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് ക്ഷാത്രധർമ്മം അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യത്തിനെ പറ്റിയിട്ടാണ്. 3 കഥകളിൽ കൂടിയാണ് അദ്ദേഹം അത് അവർക്ക് പറഞ്ഞു കൊടുത്തത്. കൗരവ വംശത്തിൽ സുഹോത്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ അവിചാരിതമായിട്ട് ശിബി ചക്രവർത്തിയെ കണ്ടുമുട്ടുകയുണ്ടായി. അന്യോന്യം ആചാരോപചാരങ്ങളൊക്കെ നടത്തി രണ്ടുപേരും സഖ്യം ചെയ്യുകയും ചെയ്തു. വലിയ സഖാക്കളായി തീർന്നു. ഒരു ദിവസം ഒരു ഇടുങ്ങിയ വഴി, നമ്മുടെ പാടത്തെ വരമ്പൊക്കെ മാതിരിയുള്ള ഒരു സ്ഥലത്ത് വെച്ച് രണ്ടുപേരും മുഖാമുഖം കണ്ടുമുട്ടി. രണ്ടുപേരും തുല്യരാണ്. അപ്പം ആർക്ക് വഴി മാറിക്കൊടുക്കണം എന്നുള്ള സംശയമായി. രണ്ടുപേരും തുല്യരല്ലേ? അപ്പം അവിടെ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യം വന്നു. ധർമ്മത്തിനെ പറ്റി നല്ലോണം അറിയുന്ന ഒരു മധ്യസ്ഥന് മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയുള്ളൂ. ഭാഗ്യം കൊണ്ട് നാരദ മഹർഷി അവിടെ വന്ന് വിടുകയുണ്ടായി. നാരദ മഹർഷിയോട് ചോദിച്ചു, എന്താ നിങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കണേ? ഞങ്ങൾ ചെറിയ സംശയത്തിലാണ്. ആർക്ക് വഴി മാറിക്കൊടുക്കണം എന്നുള്ള സംശയത്തിൽ നോക്കി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി പറയാണ്, ശിബി വലിയ ധർമ്മിഷ്ഠനാണ്. സുഹോത്രനേക്കാൾ യോഗ്യനും ശക്തനും പ്രഭാവശാലിയുമാണ്. എപ്പോഴും പ്രബലന്മാരുടെ മുമ്പിൽ നമ്മൾ നോക്കി നിൽക്കരുത്. അവരെ ഒഴിഞ്ഞു മാറിപ്പോകുന്നതാണ് ബുദ്ധി. അതുകൊണ്ട് സുഹോത്രൻ വഴി മാറിക്കൊടുക്കട്ടെ എന്ന് നാരദ മഹർഷി വിധിച്ചു. നാരദ മഹർഷിയുടെ വിധി കേട്ട സുഹോത്രൻ ഉടനെ തന്നെ ശിബിക്ക് വഴി മാറിക്കൊടുത്ത് ഒഴിഞ്ഞുപോയി. രണ്ടുപേരുടെയും പൗരുഷത്തിൻ്റെ പ്രഭാവമാണ് ഇവിടെ കാണുന്നത്. നിറകുടം തുളുമ്പില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇത് നാരദ മഹർഷി പറഞ്ഞപ്പോൾ വേണമെങ്കിൽ എതിർക്കാമായിരുന്നു, ഉണ്ടായില്ല. രണ്ടുപേരും അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് അവർ തമ്മിലുള്ള ആ സൗഹൃദം ദൃഢപ്പെടുകയാണ് ഉണ്ടായത്. തർക്കിച്ച് നിന്നിരുന്നെങ്കിൽ അത് ശത്രുതയിലേക്ക് പോയേനെ. പക്ഷേ സുഹോത്രൻ മാറിക്കൊടുത്തോടു കൂടിയിട്ട് അവർ തമ്മിലുള്ള പഴയ സൗഹൃദം വീണ്ടും ദൃഢപ്പെട്ടു. നഹുഷ രാജാവിൻ്റെ പുത്രൻ യയാതി ക്ഷാത്രധർമ്മത്തെ വേണ്ട പോലെ പരിപാലിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തെ സമീപിച്ച് കുറച്ച് ധനം ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാണ് ധനം എന്ന് ചോദിച്ചപ്പോൾ ബ്രാഹ്മണൻ മറുപടി പറയേണ്ടായില്ല, മിണ്ടാണ്ട് അങ്ങനെ നിന്നേ ഉള്ളൂ. എന്താ ആവശ്യം എന്ന് പറഞ്ഞാൽ ആ ആവശ്യം നിവർത്തിക്കാൻ വേണ്ട ധനം കൊടുക്കുമ്പോഴല്ലേ സന്തോഷം ഉണ്ടാവുക. എന്നാൽ ബ്രാഹ്മണൻ മിണ്ടാണ്ട് നിൽക്കണു. ഹർത്തി ആവശ്യപ്പെടാതെ ദാതാവ് തൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും അത് അപ്രീതിയായി ഭാവിക്കില്ലേ? അതിനെക്കാട്ടിലും നല്ലത് ആവശ്യം എന്താണെന്ന് അറിയിച്ചാൽ ആവശ്യത്തിന് ഉതകുന്ന ഉപകാരം ചെയ്യുന്നതാണ് ശരി. അതാണ് ധർമ്മം. അപ്പോഴും ബ്രാഹ്മണൻ ഒന്നും മിണ്ടിയില്ല. അങ്ങ് എന്ത് ഇഷ്ടപ്പെട്ട് തരണോ അത് ഞാൻ സ്വീകരിച്ചോളാം എന്നായി. പിന്നെ കൊടുക്കണത് കുറയാൻ പാടില്ലല്ലോ. അപ്പം രാജാവ് എന്ത് ചെയ്തു? 1000 പശുക്കളെ ആ ബ്രാഹ്മണന് ദാനമായിട്ട് കൊടുത്തു. പശുക്കളെ കിട്ടിയ ബ്രാഹ്മണൻ ദാനം സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി രാജാവിന് അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞ് പോവുകയും ചെയ്തു. അതാണ് ദാനധർമ്മത്തിൻ്റെ വിശേഷം. കൊടുക്കുമ്പോൾ നിറച്ചു കൊടുക്കണം, അറിഞ്ഞു കൊടുക്കണം. ഒരിക്കൽ വൃഷദർഭൻ എന്നും സേതുകൻ എന്നും 2 രാജാക്കന്മാരുണ്ടായിരുന്നു. അടുത്തടുത്ത രാജ്യങ്ങളാണ്. രണ്ടുപേരും വലിയ സുഹൃത്തുക്കളുമായിരുന്നു. ഈ വൃഷഭ രാജാവിന് ഒരു വ്രതം ഉണ്ടായിരുന്നു. ധനം ഒഴിച്ച് മറ്റൊന്നും താൻ
ആർക്കും ദാനമായിട്ട് കൊടുക്കില്ല. ആര് ധനം ചോദിച്ചാലും ഇഷ്ടം പോലെ കൊടുക്കും. വേറെ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ കോപിക്കുകയും ചെയ്യും. അപ്പം സോദകന് തോന്നി ഇവനൊന്ന് പരീക്ഷിക്കണം. അങ്ങനെ സമയം കാത്തിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ ഗുരുദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് 1000 കുതിരകളെ തരുമോ എന്ന് ചോദിച്ചിട്ട് ഈ സോദക രാജാവിൻ്റെ അടുക്കെത്തുണ്ടായി. അപ്പം രാജാവ് പരീക്ഷിക്കണം എന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം രാജാവ് ഈ ബ്രാഹ്മണനോട് പറഞ്ഞു, ഇവിടെ 1000 കുതിരകളില്ല. എന്നാൽ അടുത്ത രാജ്യത്ത് വലിയ ദാനധർമ്മിഷ്ഠനായിട്ട് വൃഷദർഭൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവുണ്ട്. അദ്ദേഹത്തിനോട് ചോദിക്കൂ, തീർച്ചയായിട്ടും അദ്ദേഹം തരും എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ അത് വിശ്വസിച്ച് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് വൃഷദർഭനോട് കാര്യം അവതരിപ്പിച്ചു. ഞാൻ ധനം അല്ലാണ്ട് വേറൊന്നും കൊടുക്കാറില്ല, തനിക്ക് വേണമെങ്കിൽ ധനം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ ഇത് അറിയില്ലല്ലോ. ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് ധനം അല്ല വേണ്ടത്, ഗുരുദക്ഷിണ കൊടുക്കാൻ വേണ്ടി 1000 കുതിരകളെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ധനം മാത്രമേ കൊടുക്കുള്ളൂ എന്ന്, പിന്നെ താൻ എന്തിനാ കുതിര അന്വേഷിച്ചും കൂടി വന്നേ എന്നും പറഞ്ഞിട്ട് രാജാവിന് ദേഷ്യം വന്നു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, അടുത്ത രാജ്യത്തുള്ള സേതുക രാജാവ് പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ വന്ന് ചോദിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുതിരകൾ കുറവാണ്. അപ്പോൾ ഉടനെ തന്നെ വൃഷഭരാജാവിന് സംഗതി മനസ്സിലായി. ഇത് നമ്മുടെ സുഹൃത്ത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. തൻ്റെ സുഹൃത്ത് കാണിച്ച കുസൃതിയിൽ മനം മറന്ന് രാജാവ് ബ്രാഹ്മണന് ധാരാളം പണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, താൻ ഈ ധനം കൊണ്ട് തനിക്ക് ആവശ്യമുള്ള കുതിരകളെ വാങ്ങിച്ച് ബാക്കിയുള്ളതുകൊണ്ട് സസന്തോഷം ജീവിച്ചോളൂന്ന്. ഇത് ക്ഷത്രിയ ധർമ്മത്തിൻ്റെയും സുഹൃബന്ധത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ്. എന്തിനാ അയാൾ ഇങ്ങോട്ട് പറഞ്ഞയച്ച എന്ന് പറഞ്ഞ് അടുത്ത രാജാവുമായിട്ട് ചുണ്ടി പിടിക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് തന്നെ പരീക്ഷിക്കാൻ ആ ബ്രാഹ്മണനെ പറഞ്ഞയച്ചതിലുള്ള സാരസ്യം ആണ് അദ്ദേഹത്തിനെ കൂടുതൽ സന്തോഷിപ്പിച്ചത്. അതുകൊണ്ട് ആ സുഹൃബന്ധവും എന്നെന്നും നിലനിൽക്കും. അതുകൊണ്ട് എപ്പോഴും ഉന്നതരെ കാണുമ്പോൾ ബഹുമാനിക്കുക, സമന്മാരെ കാണുമ്പോഴും ബഹുമാനിക്കുക, ദാനധർമ്മങ്ങളിൽ ലോപം വരാതിരിക്കുക. ഇതൊക്കെയാണ് ക്ഷത്രിയൻ്റെ മുഖ്യമായ കർമ്മം. ഈ ധർമ്മപരിപാലനം ക്ഷത്രിയൻ്റെ മാത്രം കർമ്മമല്ല, അത് മനുഷ്യൻ്റെയും കർമ്മം തന്നെയാണ്. ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ച് ജീവിച്ചാൽ നരകത്തിൽ പോയി പതിക്കും. ധർമ്മം പരിപാലിക്കുന്നവൻ എപ്പോഴും ആരാധ്യനായി ഭവിക്കും. അതുകൊണ്ട് ഈ കഥ കേൾക്കുന്ന എല്ലാവരും ധർമ്മപരിപാലനത്തിലും സത്യനിഷ്ഠയിലും ദൃഢനിശ്ചയമുള്ളവരായി ഭവിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.